പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. വിശ്വാമിത്ര മഹർഷി തൻ്റെ പൂർവികരുടെ ചരിത്രം രാമന് പറഞ്ഞു കൊടുക്കുകയാണ്. രാമ, ആരൊക്കെയാണ് നിന്റെ പൂർവികർ? അവിടെ പ്രധാനപ്പെട്ട 1-2 പൂർവികരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഗംഗാദേവി നമ്മൾ കേട്ടിട്ടുണ്ട്. ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്ന ഒരാളുണ്ട്, ഭഗീരഥൻ, രാമന്റെ പൂർവികനാണ്. അതുകൊണ്ടാണ് ഭാഗീരഥി വെറും ഒരു നദിയല്ല, സിന്ധു കേവലം ജലമല്ല, ഭക്ത്യാദരവാർ നമരൊഴുക്കിയ തന്നതി മോഹന തീർത്ഥം താൻ, അതിലൊരു നീർക്കണമെങ്ങാൻ പോരും ജന്മാന്തര സുഖ പാപം പോക്കാൻ. അതുകൊണ്ടാണ് ഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുന്നത്. ത്രിവേണി സംഗമത്തിൽ പ്രയാഗ്രാജിൽ മുങ്ങിക്കുളിക്കാൻ 66 കോടി ആളുകൾ വന്നു അല്ലേ? മഹാകുംഭമേളയിൽ കേവലം ഒരു നദിയിൽ മുങ്ങിക്കുളിക്കാനല്ല, നമ്മുടെ വിശ്വാസങ്ങളിൽ മുങ്ങിക്കുളിക്കാനാണ് വരുന്നത്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതത്തെ ലോകഗുരുവായി സങ്കല്പിച്ച ഈ ലോകത്തിലെ 200ഓളം രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ട് മുങ്ങിക്കുളിക്കുവാൻ തയ്യാറാകുന്നു. എവിടെ? പ്രയാഗ്രാജിൽ. 45 കോടി ആളുകളെ പ്രതീക്ഷിച്ച ത്രിവേണി സംഗമത്തിൽ അല്ലെങ്കിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്തത് 66 കോടി ആളുകളാണ്. യൂറോപ്പ് രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഒരു നദിയിൽ വന്ന് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ നദിയെ നമ്മൾ എങ്ങനെ കാണുന്നു, ഭാവന എങ്ങനെയാണ്, ഭാവാത്മകമായ കാഴ്ചപ്പാട് എങ്ങനെയാണ്, അതാണ് പ്രധാനം. സ്വർണത്തിന് പല രൂപങ്ങളുണ്ട്, അതിലൊന്നല്ലല്ലോ താലി. സീമന്തരേഖയിൽ സിന്ദൂരം തൊടുമ്പോൾ ഒരു പ്രതീകമാണ്. പാർട്ടിക്കാർക്ക് കൊടിയൊരു പ്രതീകമാണ്. ദേശീയ പതാക 3 നിറത്തിലുള്ള ജീവനില്ലാത്ത തുണികളാണ്, അതുകൊണ്ടൊരു പ്രതീകമാണ്. അമ്പലങ്ങളിലെ ദൈവങ്ങളെ വിഗ്രഹങ്ങൾ ഇന്ന് ഹിന്ദുക്കൾ വിളിക്കുന്നു, വിശേഷേണ ഗ്രാഹയതീതി വിഗ്രഹ. പക്ഷെ ഹിന്ദുക്കളോട് മാത്രമാണ് ചോദ്യം, നിങ്ങളുടെ ദൈവം കല്ലല്ലേ? ജീവനില്ലാത്ത കൊടിയിലൂടെ കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ്റെ വിപ്ലവത്തെ കാണുന്നു. ജീവനില്ലാത്ത 3 കഷ്ണം തുണിയെ ദേശീയ പതാകയാക്കി മാറ്റുമ്പോൾ നമ്മുടെ നാടിൻ്റെ ദേശീയതയുടെ പ്രതീകമായിട്ട് നമ്മൾ കണക്കാക്കുന്നു എങ്കിൽ വിഗ്രഹാരാധന എന്തെന്ന് ആദ്യം അറിയണം. ഞാൻ പറഞ്ഞു വന്നത്, ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്ന ഭഗീരഥൻ, സഗരൻ എന്ന രാമന്റെ പൂർവികന് 60,000 മക്കളുണ്ടായിരുന്നു എന്നാണ് സങ്കല്പം. ഈ 60,000 മക്കളിൽ പലരും വിശേഷ ബുദ്ധി ഇല്ലാത്തവരായിരുന്നു. അങ്ങനെ സഗരൻ അശ്വമേധയാഗം നടത്തി. ഒരു കുതിരയുടെ നെറ്റിയിൽ ഇത് സഗരന്റെ കുതിരയാണ്, ഇതിലൂടെ കടന്നു പോകുന്നുവോ ആ രാജ്യങ്ങളെല്ലാം എനിക്ക് കപ്പം തരണം, അതായത് എന്നെ അംഗീകരിക്കണം, അല്ലാത്തവർ എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. സഗരന്റെ കുതിരയെ ആരും തൊട്ടില്ല. ഭൂമി മുഴുവൻ കീഴ്പ്പെടുത്തിയ കുതിര പാതാള ലോകത്തെത്തി. പാതാള ലോകത്തെത്തിയപ്പോൾ കപിലമുനിയുടെ ആശ്രമത്തിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി. മുനി കണ്ണു തുറന്നു നോക്കി, ഇതൊന്നും വായിക്കാനൊന്നും മുനി നിന്നില്ല. മുനി കുതിരയെ കെട്ടി അവിടെ ഇട്ടു. കുതിരയെ കാണാതെ മക്കളും സഗരനും നാട് മുഴുവൻ അലഞ്ഞു. അതിൽ ഒരു സെറ്റ് ആളുകൾ പാതാള ലോകത്തെത്തി, കപിലമുനിയുടെ ആശ്രമത്തിൽ കുതിരയെ കണ്ടെത്തി. കുതിരയെ കെട്ടിയിട്ട ദേഷ്യത്തിന് കപിലമുനിയെ അവർ അപമാനിച്ചു, അവഹേളിച്ചു, ഉപദ്രവിച്ചു. മുനി കണ്ണു തുറന്നു. ആ കണ്ണു തുറന്ന കോപാഗ്നിയിൽ നിന്ന് വെണ്ണീറായിപ്പോയി സഗരന്റെ 10,000ഓളം മക്കൾ. തൻ്റെ മക്കൾക്ക് ശാപമോക്ഷം നൽകണമേ എന്ന് സഗരൻ കാലുപിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ സഗരന് ശാപമോക്ഷത്തിന് വഴി പറഞ്ഞു കൊടുത്തു മുനി. സഗര, ദേവലോകത്തൊഴുകുന്ന ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്ന് പാതാള ലോകത്തിലേക്ക് എത്തിച്ചാൽ നിന്റെ മക്കൾക്ക് ശാപമോക്ഷം കിട്ടും. സഗരൻ പരിശ്രമിച്ചു, ഗംഗയെ കൊണ്ടുവരാൻ നടന്നില്ല. സഗരന്റെ മക്കൾ പരിശ്രമിച്ചു, നടന്നില്ല. അങ്ങനെ പലരും പരിശ്രമിച്ചു. തലമുറ 10-20 കഴിഞ്ഞു പോയപ്പോൾ അതിലൊരു മകൻ പിറന്നു. അവന്റെ പേരാണ് ഭഗീരഥൻ. ഭഗീരഥൻ പറഞ്ഞു, എൻ്റെ പൂർവികന്മാർക്ക് ശാപമോക്ഷം വേണം, ഗംഗയെ ഞാൻ ഭൂമിയിൽ കൊണ്ടുവരും. അങ്ങനെ ഗംഗാദേവിയെ തപസ് ചെയ്തു അനേക വർഷം. ഗംഗ പ്രത്യക്ഷപ്പെട്ടു. ഗംഗ പറഞ്ഞു, ഞാൻ സംപ്രീതനായിരിക്കുന്നു ഭഗീരഥ, എന്ത് വേണം? ഗംഗാദേവി എൻ്റെ കൂടെ വരണം ഭൂമിയിലൂടെ പാതാള ലോകത്തിലേക്ക്. ഗംഗ പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ ഞാൻ വൈകുണ്ഠത്തിൽ വിഷ്ണുവിൻ്റെ പാദങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ്, ഭഗവാന്റെ സമ്മതം വേണം. ഭഗവാന് തപസ് ചെയ്തു അനേക വർഷം ഭഗീരഥൻ. ഭഗവാൻ പറഞ്ഞു, ഗംഗയെ കൊണ്ടുവന്നോളൂ, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാനും ഗംഗയെ സമ്മതിച്ചു. 3ാമതൊരു പ്രശ്നം വന്നു. ഗംഗ നേരെ കുത്തിയൊലിച്ച് ഇങ്ങോട്ട് വന്നാൽ ഭൂമി തന്നെ ഇല്ലാതായി പോകും. എന്താണ് പരിഹാരം? വഴിയിൽ വെച്ച് ഗംഗയുടെ പവർ കുറക്കുവാൻ ഒരു ശക്തി വേണം. അതാരാണ്? സാക്ഷാൽ മഹാദേവൻ, പരമേശ്വരൻ. അനേക വർഷം ഭഗീരഥൻ പരമേശ്വരനെ തപസ് ചെയ്തു. പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഭഗീരഥ, ഗംഗ വന്നുകൊള്ളട്ടെ, ഞാൻ താങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഗംഗ അങ്ങനെ വൈകുണ്ഠത്തിൽ നിന്ന് താഴേക്ക് പുറപ്പെട്ടപ്പോൾ ഗംഗയുടെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം രൂപപ്പെട്ടു. പരമേശ്വരനെ തന്നെ ഞാൻ എൻ്റെ ഈ ഒഴുക്കിൽ ഒലിപ്പിച്ചു കളയുമെന്നായിരുന്നു.
പരമേശ്വരന് കാര്യം മനസ്സിലായി. ഗംഗയെ ജടയിൽ ചൂടി, നിസ്സാരമായ മുടിയിൽ ചൂടിക്കളഞ്ഞു. ഭഗവാന്റെ ശക്തിക്ക് മുന്നിൽ ഗംഗയുടെ നിസ്സാരത ഗംഗാദേവിക്ക് ബോധ്യപ്പെട്ടു. ഭഗീരഥൻ നോക്കുമ്പോൾ ഗംഗ പുറപ്പെട്ടു, പക്ഷേ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. വീണ്ടും ഭഗവാൻ ധ്യാനത്തിലേക്ക് പോയപ്പോൾ ഭഗവാന് തപസ് ചെയ്തു അനേക വർഷങ്ങൾ. ഭഗവാൻ ഗംഗയെ മുടിയിൽ നിന്ന് കുറേശ്ശെ തുറന്നു വിട്ടു. ഗംഗ ഗംഗോത്രിയിൽ വന്ന് പതിച്ചു. ഹിന്ദുക്കൾ ഇന്നും കാണാൻ പോകുന്ന പുണ്യസ്ഥലമാണ് ഹിമാലയത്തിലെ ഗംഗോത്രി. ആ ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച ഗംഗ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ജന്മ മഹർഷിയുടെ ആശ്രമത്തെ മുക്കിക്കളഞ്ഞു. തപസ് ചെയ്യുന്ന മഹർഷി കോപാകുലനായി. മഹർഷി ഗംഗയെ കുടിച്ചു പറ്റിച്ചു. ഇപ്പോൾ ഗംഗ കിടക്കുന്ന മഹർഷിയുടെ വയറ്റിലാണ്. അനേക വർഷങ്ങൾ ഭഗീരഥൻ ജന്മ മഹർഷിയെ തപസ് ചെയ്തു. അങ്ങനെ ജന്മ മഹർഷി തൻ്റെ ചെവിയിലൂടെ ഗംഗയെ പുറത്തേക്ക് വിട്ടു. അങ്ങനെ ഗംഗയ്ക്ക് ജാഹ്നവി എന്ന പേര് കൂടി ഉണ്ടായി. ഒഴുകി ഒഴുകി ഭൂമിയിൽ നിന്നൊഴുകി പാതാള ലോകത്ത് തൻ്റെ പൂർവികന്മാർ മരിച്ചു കിടക്കുന്ന ഭസ്മത്തിലേക്ക്, ആ വെണ്ണീറിലേക്ക് ഗംഗാനദി പ്രവഹിക്കുകയും തൻ്റെ പൂർവികർക്ക് മോക്ഷം കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യയുടെ ദേശീയ പുരുഷൻ ശ്രീരാമനാണ്. ഒപ്പം അവരുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ പേര് ഭഗീരഥ ട്രാൻസ്പോർട്ട് എന്നാണ്. അവർ പറയുന്നു, ഞങ്ങളുടെ മതം ഇസ്ലാമാണ്, ഞങ്ങൾ 5 നേരം നിസ്കരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഞങ്ങളുടെ മാതൃക ഞങ്ങൾക്ക് രാമനാണ്. ഞങ്ങളുടെ ബാങ്കിൻ്റെ പേര് കുബേര എന്നാണ്. അവിടെയുള്ള മനുഷ്യൻ്റെ പേര് അറബി പേരുകളല്ല. സുഹൃത, സുകർണ, കഴിഞ്ഞ ലേഡി പ്രസിഡന്റ് പേര് മേഘാവതി സുകർണോ പുത്രി എന്നായിരുന്നു. സംസ്കാരത്തെയും മതത്തെയും കൂട്ടിക്കുഴക്കരുത് എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യം നമ്മെ പഠിപ്പിക്കുമ്പോഴാണ് മതത്തിൻ്റെ പേരിൽ ഹലാൽ ഹോട്ടലുകളൊക്കെ നിറഞ്ഞ് അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന കേരളത്തിൽ ഇന്തോനേഷ്യയെ മാതൃകയാക്കുവാനെങ്കിലും കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് നാം ആഗ്രഹിച്ച് പോവുകയാണ്. അങ്ങനെ തൻ്റെ പൂർവികരെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അതിൽ മറ്റൊരാളാണ് ത്രിശങ്കു. സത്യവ്രതൻ ജനിച്ചപ്പോൾ കുറച്ച് ബാല്യകാലത്തിൽ കാട്ടിൽ പെട്ടുപോയി. രാജകുമാരനാണ്. കാട്ടിൽ കാട്ടാളന്മാരുടെ കൂടെ ജീവിച്ചു. കൊള്ളസംഘത്തിനൊപ്പമൊക്കെ ആയിരുന്നു. അങ്ങനെ ജീവിച്ചു വലുതായി അരോഗദൃഢഗാത്രനായി തീർന്ന ആ ത്രിശങ്കു മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ആ നാട്ടിൽ എല്ലായിടത്തും വരൾച്ച ബാധിച്ചു. എല്ലാം നശിച്ചു പോയി. വിശ്വാമിത്ര മഹർഷി തപസ്സിന് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പട്ടിണിയിലായി. അങ്ങനെ പട്ടിണി മുറുകിയപ്പോൾ ഇതാ മരിക്കും മക്കളെല്ലാവരും എന്ന് തോന്നിയപ്പോൾ മഹർഷിയുടെ ഭാര്യ മൂത്ത പുത്രനെ വിൽക്കുവാൻ തീരുമാനിച്ചു. ആ മകനെയും കൊണ്ട് തൊട്ടടുത്ത ടൗണിലേക്ക് ചെന്നു. മകനെ അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഈ മകനെ വാങ്ങൂ, നിങ്ങളൊരു 100 രൂപ നൽകിയാൽ മതി എന്ന് പറഞ്ഞു. ആരും വാങ്ങിയില്ല. സായം സന്ധ്യയായി. ആർക്കും വേണ്ട കുട്ടിയെ. അപ്പോഴേക്കും വീണ്ടും വില കുറച്ചു. ഇനി 50 രൂപ തന്നാലും കുഴപ്പമില്ല. ബാക്കി കുട്ടികൾ മരിക്കാതിരിക്കുവാൻ 4 കുട്ടികൾ മൊത്തമുണ്ട്. ഈ 3 കുട്ടികൾ കൂടി മരിക്കാതിരിക്കുവാൻ എൻ്റെ മകനെ അടിമയായിട്ട് വിൽക്കുവാൻ തയ്യാറായി. ഈ സമയത്താണ് നമ്മുടെ ത്രിശങ്കു അഥവാ സത്യവ്രതൻ വരുന്നു. തോളിൽ വലിയൊരു പന്നിയെ കൊന്നിട്ട് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അടുത്തുകൂടി നടന്നു പോകുമ്പോൾ, ഒന്ന് നിൽക്കൂ, എൻ്റെ മകനെ വിൽക്കാനുണ്ട്, ഞങ്ങൾക്ക് അല്പം ഭക്ഷണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള കരുണയുടെ ഉറവ സത്യവ്രതന്റെ ഉള്ളിൽ നിന്നും പൊട്ടിയിട്ട് സത്യവ്രതൻ പറഞ്ഞു, അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് മടങ്ങിപ്പോയിക്കൊള്ളൂ, എവിടെയാണ് താമസിക്കുന്നത്? തൊട്ടടുത്ത ഒരു ക്ഷേത്രം കാണിച്ചിട്ട് പറഞ്ഞു, അതിൻ്റെ ആൽമരത്തിൻ്റെ ചുവട്ടിലുള്ള തറയിലാണ് ഞങ്ങൾ കിടക്കുന്നത്, ഭക്ഷണവുമായിട്ട് ഞാൻ അവിടത്തേക്ക് വരാം. സത്യവ്രതൻ ഓടുകയായിരുന്നു. പന്നിയെ വിറ്റ് നല്ല പൈസ കിട്ടി. ആ പൈസക്ക് നിറയെ ഭക്ഷണം വാങ്ങി അദ്ദേഹം ഓടിച്ചെന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പക്ഷികൾ വന്നു, പക്ഷികൾക്കും ഭക്ഷണം കൊടുത്തു. എല്ലാവരും ഭക്ഷണം കഴിച്ചപ്പോൾ സത്യവ്രതനെ അംഗീകരിക്കുവാനും സത്യവ്രതനെ പ്രശംസിക്കാൻ തുടങ്ങി. അന്നുവരെ തൻ്റെ ഉള്ളിലെ കാട്ടാള ഭാവത്തെ ഉപേക്ഷിച്ച്, കൊള്ളക്കാരൻ്റെ ഭാവത്തെ ഉപേക്ഷിച്ച് മനുഷ്യസ്നേഹിയായ, മനുഷ്യനെ സേവിക്കുന്ന മനുഷ്യനായിട്ട് മാറുന്ന ആ ത്രിശങ്കുവിൻ്റെ നല്ല ചിത്രത്തെ കണ്ടു. ഒടുവിൽ ഈ പറയുന്ന ത്രിശങ്കു സത്യവ്രതൻ രാജകുമാരനാണ് തിരിച്ചറിഞ്ഞു. രാജാവ് കൂട്ടിക്കൊണ്ടുപോയിട്ട് രാജാവായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൌഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭ. മന്ത്രശക്തിയില്ലാത്ത അക്ഷരങ്ങളില്ല, ഔഷധ ഗുണമില്ലാത്ത സസ്യങ്ങളില്ല, യോഗ്യതയില്ലാത്ത മനുഷ്യരുമില്ല. പക്ഷേ ഈ യോഗ്യതയെ കണ്ടെത്തി സംയോജിപ്പിക്കുന്ന യോജകസ്തത്ര ദുർലഭ, സംയോജകന്മാരാണ് കുറവായിട്ടുള്ളത് എന്നറിയുക. രാമായണം നമ്മെ വലിയ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. രാമൻ്റെ ജീവിതത്തിലുള്ള യാത്ര നമുക്ക് നാളെയും തുടരാം. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ.